ഇനി നമുക്ക് കൈപ്പത്തിയാണ് നമുക്ക് ഇനി വരയ്ക്കേണ്ടത് കേട്ടോ. കൈപ്പത്തി വരയ്ക്കാനോ നിങ്ങൾ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചോളൂ. ഈ കൈയിൻ്റെ സെൻറ്ററിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ ഈ ലൈനിൻ്റെയും സെൻറ്ററിലൂടെ 45 ഒരു ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ. കൈപ്പത്തിയുടെ നീളം ഒരു താലം, അപ്പോൾ ഉള്ളം കൈ 7 അങ്കുലം, വിരൽ 5 എന്ന് പറയട്ടോ. 7. നമുക്കൊരു വീതി 5 കൊടുക്കാം. ഉള്ളം കൈയുടെ വീതി 5 കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം 2.5 to 2.5 കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ ഷേപ്പ് ചെയ്യാം. അങ്ങനെ ചെറിയൊരു ആർച്ചിന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വരും. ഇവിടെ നിന്നും അല്പം ഒന്ന് കർവ് ചെയ്തെടുക്കണം. തള്ളവിരലാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഞാനൊരു 1.5 അങ്കുലയോളം കർവ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ. ഇനി നമുക്ക് ഒരു ഇവിടെ 4 ആക്കി ഡിവൈഡ് ചെയ്യണം. 4 വിരലുകൾ, ബാക്കി 5ാമത്തെ ഇവിടെയാണ് കാണിക്കുന്നത്. 4 സ്പേസ്. ഫസ്റ്റ് വിരൽ അതിന് മുമ്പായിട്ട് വിരലിൻ്റെ ഹൈറ്റ് സെൻറ്റർ 5.5 അങ്കുലമാണ്. 5.5 ഇങ്ങനെ ചെറിയൊരു കർവ് ഇങ്ങനെ കൊടുക്കുക. കണ്ട ഈ ലൈൻ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് പാരലായിട്ട് ഇതാണ് സെൻട്രൽ ലൈൻ, വിരലിൻ്റെ ലൈന്. ഇത് ചൂണ്ട് വിരലിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം 2 ഷേപ്പ് ചെയ്യാം. 1 അങ്കുലം താഴ്ത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതും 1 അങ്കുലം താഴ്ത്തിയിട്ട് ഇതാ 2 വിരൽ സെറ്റ് ചെയ്തു. ഇനി 2 വിരൽ മടക്കി വെക്കണം. അപ്പോൾ 2 അങ്കുലം ഹൈറ്റ് എടുത്തിട്ട് താഴേക്ക് 1 അങ്കുലം, എന്നിട്ട് ഇതല്ല വിരലിൻ്റെ ഈ സ്പേസ് മടക്കി വെക്കുമ്പോൾ കുറച്ചങ്ങനെ കവഞ്ഞ് നിൽക്കുമല്ലോ ഇങ്ങോട്ട്. അപ്പോൾ അതങ്ങനെ കാണിക്കണം കേട്ടോ. പകുതി കൂടി ഞാൻ വിട്ടുന്നുണ്ട്. ഇവിടെയും കുറച്ചങ്ങോട്ട് കവഞ്ഞ് നിൽക്കും. എന്നിട്ട് ഇത്ര മതി വിരൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നഖം സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി ഇറക്കാട്ടോ. ഇത് ഒരു 1.5 അങ്കുലം ഇറക്കിക്കോളൂ. ഇനി തള്ള വിരൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിലും കാണിക്കാം. തള്ളവിരൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇട്ടു. ഈ ലൈനിൽ നഖം സെറ്റ് ചെയ്തു, മുകളിലേക്ക് നഖം സെറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ഷേപ്പ് ചെയ്യുക. തള്ളവിരലിൻ്റെ വീതി ഏകദേശം 1.5 അങ്കുലം കൊടുക്കാം. ഇവിടെ 2.5 അങ്കുലയും കൊടുക്കാം ഈ ഒരു ഭാഗം. ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വിരലാണ് ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പോൾ ഈ ലൈന് ഈ വിരലിൻ്റെ ആയിരിക്കണം കേട്ടോ. വിരലിനെ 3 ആക്കി വേണേൽ ഡിവൈഡ് ചെയ്യാം. ഇവിടെ അപ്പോൾ ഇങ്ങനെ വന്ന് ചെറിയൊരു കുനിപ്പ് കൊടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണിക്കുക. അതുപോലെ ഇതിൻ്റെ ലൈന് ഫ്രണ്ടിൽ കാണിക്കണം. പിന്നെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ബാക്കിൽ ചെറുവിരൽ. ഇതേ കൈ തന്നെ നിങ്ങൾ അപ്പുറത്തെ സെറ്റ് ചെയ്യണം കേട്ടോ.